ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഒരു ചായയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്, കൂടാതെ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇന്ന് നമ്മുടെ അടുത്ത അമ്പലത്തിൽ പറയിടുന്ന ദിവസമാണ്. അപ്പോൾ നമ്മുടെ യുവിയാണ് പറയിടാൻ നിൽക്കുന്നത്. കുഞ്ഞ് തലേന്ന് വ്രതം നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ രാവിലെ എണീക്കാൻ ഇത്ര ലേറ്റായി. എണീറ്റിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ പല്ല് തേക്കാനായിട്ട് വന്നേക്കുകയാണ്. അച്ഛനാണ് പല്ല് ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ച് ഡീസൻ്റായിട്ട് ഇന്ന് പല്ല് തേക്കുന്നുണ്ട്. അച്ഛനുള്ളതുകൊണ്ട് തന്നെ കുഞ്ഞ് എക്സ്ട്രാ ഡീസൻ്റാണ്. കണ്ടില്ലേ, ഇപ്പം എൻ്റെ കൂടെ അങ്ങനെ ആയിരുന്നെങ്കിൽ അവൻ നല്ലപോലെ ഇടന്ന് അലമ്പുണ്ടാക്കിയാനെ. അച്ഛനായതുകൊണ്ട് കുഞ്ഞ് ഡീസൻ്റായിട്ട് ഇന്ന് പല്ലൊക്കെ തേച്ച് പറ വരുന്നതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റും മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കിയായിരുന്നു. നല്ലൊരു ചടങ്ങായിരുന്നു. കാരണം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് മുറ്റം തൂക്കാൻ തുടങ്ങിയിട്ട് ഒരു 10:30-10:45 ശേഷമാണ് ഞാൻ മുറ്റം തൂത്ത് തീർന്നത് തന്നെ. ഇവയാണെങ്കിൽ പല്ലൊക്കെ തേച്ച് കളിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അച്ഛനിങ്ങനെ പറയിടാനുള്ള ഗണപതി ഒരുക്കും വെറ്റയും പാക്കും എല്ലാമൊക്കെ മേടിച്ചുകൊണ്ട് വന്നത്. ഇതുപോലുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ മുറ്റവും വഴിയും ഒക്കെ വൃത്തിയാക്കി ഇടാറുണ്ട്, മൊത്തവും തൂത്ത്. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് കാണാൻ ഭയങ്കര ഭംഗി തോന്നി. ഇവിടെയൊക്കെ എപ്പോഴും ഒന്നും ഇത്രയും വൃത്തിയാക്കിയൊന്നും ഇടാറില്ല, കാരണം ഇലയൊക്കെ എപ്പോഴും വീണുകൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ വഴിയും കൂടെ തൂത്തുകൊണ്ട് വഴിയും കൂടെ കാണിക്കുകയാണ് ഞാൻ. കാരണം എനിക്കിഷ്ടപ്പെട്ട്. ഞാൻ വൃത്തിയാക്കിക്കൊണ്ട് പറയുന്നില്ല കേട്ടോ, നല്ല ഭംഗിയായിരുന്നതാണ്. കുഞ്ഞിനെ മേടിച്ച പാപ്പ വന്ന് എഴുതിയിട്ട് കുഞ്ഞ് മേടിച്ചതാണ്. പക്ഷേ അതല്ലാതെ മനസ്സിലാക്കിയപ്പോൾ അവ അവിടെ നിന്ന് മാറി. രാവിലെ തന്നെ കല്ലു ചേച്ചി വീട്ടിൽ വന്നായിരുന്നു. അതിനെ കല്ലു ചേച്ചിയായിട്ടിരുന്ന് ഇച്ചിരി പാപ്പമൊക്കെ തിന്നാണ് കുഞ്ഞ്. നമ്മൾ വ്രതം നിൽക്കുമായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് സാമ്പാറും തോരനും മോരുമൊക്കെ ആയിരുന്നു ചോറിനൂടെ കറിയുണ്ടായിരുന്നത്. അങ്ങനെ അവനെ കുളിച്ച് വൃത്തിയാക്കി ഒരു 2:30 ആയപ്പോഴത്തേനും അവനെ റെഡിയാക്കാനായിട്ട് തുടങ്ങുകയാണ്. മുണ്ടും നേരിയതൊക്കെ ഉടുപ്പിച്ച് നിർത്തി. ഇതിനൊക്കെ അവൻ നിന്ന് തരുമെന്ന് വിചാരിച്ചില്ല, കാരണം അവൻ ഉറക്കത്തിൻ്റെ ചില അസ്വസ്ഥതകളൊക്കെ കാണുമെന്നാണ് കരുതിയത്. പക്ഷെ അവൻ നിന്ന് നന്നായിരുന്നു. എവിടെ പോയാലും സാധാരണ അവനെ ഒരുക്കുന്നത് ഞാനാണ്. പക്ഷേ ഈ മുണ്ടെടുക്കൽ ഇത്തിരി പരിപാടിയാണ് കേട്ടോ. ഇത്തിരി വലിയ മുണ്ടായതുകൊണ്ട് തന്നെ അവന് മേളിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ തിരികെ താഴോട്ട് നീളം കുറയ്ക്കണം. അങ്ങനെ ഒരുപാട് തവണ ഇങ്ങനെ എടുത്താണ് അന്ന് ശരിയായത്. പക്ഷേ 2:30 കുഞ്ഞ് ഒരുങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് പറ വന്നതൊക്കെ ഇച്ചിരി ലേറ്റായിട്ടാണ്. കാരണം എല്ലായിടത്തു നിന്നൊക്കെ പറ തുടങ്ങി വരണ്ടായോ, അതുകൊണ്ട് തന്നെ ഒരുപാട് ലേറ്റായിട്ടാണ് പറ വന്നതൊക്കെ. എൻ്റെ യുവിയാണ്ട് പറയല്ല കേട്ടോ. ഉണ്ടക്കി ഇവിടുത്തെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ എനിക്ക് അവനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഭയങ്കര ഭംഗി തോന്നുന്നു എൻ്റെ കുഞ്ഞിന്. പറയിടാനാണെന്നറിയാം, പക്ഷെ അവൻ ആദ്യമായിട്ടാണ് പറയിടുന്നത്. അവ ഇട്ടിട്ടുണ്ടെങ്കിലും അവന് ഓർമ്മയില്ലാത്ത സമയത്തായിരുന്നു. വെച്ചാൽ കുറച്ചുകൂടെ കുഞ്ഞായിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് പറയിട്ടത്. അപ്പോൾ ഇപ്പം വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഒരുങ്ങിയിട്ട് എവിടെ പോകാനാണെന്നാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഒരുക്കി നിർത്തി പറയുന്ന പോലെയൊക്കെ അവൻ നിന്ന് തരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. പറയിടാനുള്ള ഇലയും കാര്യങ്ങളൊക്കെ ഏട്ടൻ നേരത്തെ വെട്ടി വെച്ചായിരുന്നു. അങ്ങനെ നിലവിളക്കൊക്കെ വെച്ച് കിണ്ടിയിൽ വെള്ളമൊക്കെ വെച്ച് പറ ഒരുക്കുകയാണ്. അപ്പോൾ കല്ലു ചേച്ചിയോട് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. എന്ത് ചെയ്യാൻ പോവാ? പടക്കം പൊട്ടിക്കാൻ പോകുന്നോ? ഇത് ചരിഞ്ഞിരിക്കുന്ന മഞ്ഞവിളക്ക്. ഈ വെറ്റയുടെ ഏറ്റവും പാക്കോട്ടുണ്ട്. എടുത്ത് മാറ്റിയാമോ? ഗണപതി ഇരിക്കുന്നത് കർപ്പൂരം ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഈ 2026 കൊയ്പ്പള്ളിയിലെ അമ്മമാർക്ക് വേണ്ടിയിട്ട് 2 ദേവിമാരാണ് കേട്ടോ അവിടെ പ്രതിഷ്ഠ. അവർക്ക് വേണ്ടി പറയിടാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. നമ്മുടെ യുവിയാണ് ഈ വർഷം പറയിടുന്നത്. ആ ഒരു പ്രത്യേകതയും കൂടെ ഞങ്ങൾക്കുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. ഈ പറ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ. വരുമ്പോഴത്തേക്കിനും നിലവിളക്ക് കത്തിച്ച് കർപ്പൂരമൊക്കെ കത്തിച്ച് തിരുമേനി വന്ന് എല്ലാമൊക്കെ ചെയ്തിട്ട് പോവും. അപ്പം നമ്മൾ ഒരുങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരം ആയതുകൊണ്ട് തന്നെ യുവിത തട്ടൊക്കെ കൊടുത്ത്
ഇതിപ്പോൾ ഒരു റൗഡ് ലുക്കായിട്ടുണ്ട് അവന് ക്ഷമയെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആദ്യം മുണ്ടൊക്കെ എടുത്ത് കോലത്തെ തമ്പ്രാക്കന്മാരെ പോലെ ഇറങ്ങി വരികയും ഇപ്പം എന്തായാലും റൗഡി മാതിരി നിൽക്കുകയാണ് ചെറുക്കൻ. പപ്പടം മൂട്, പായസം മൂട്. ഓണമാണെങ്കിലും വിഷുവാണെങ്കിലും എന്താണെങ്കിലും മുണ്ടെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓണമൂട് പാടിയിരിക്കണം. മുണ്ട് മൂട് അപ്പം കുഞ്ഞ് പാടിയിരിക്കും. ഇവയ്ക്ക് എപ്പോഴും ഒന്നും ഈ ഫോട്ടോ എടുക്കാനുള്ള ഒരു ടെൻഡൻസി ഒന്നും ഉണ്ടാവാറില്ല. ചില നേരത്തെ മാത്രമേ ഇതൊക്കെ ഉണ്ടാവാറുള്ളൂ. മോനെ അമ്മ വെച്ചാ പേഴ്സിങ് എടുത്തേരും മോനെ. ഈ പേഴ്സ് അതെ, അവൻ ഈ കാവടിനുള്ളിൽ പോകുന്നുണ്ടോ? കുറച്ച് കഴിഞ്ഞ് കരഞ്ഞു കഴിഞ്ഞ് വന്നിരിക്കാനാണ്. കാരണം അവനെ കുറ്റം പറഞ്ഞ കാര്യമില്ല. നമ്മൾ നേരത്തെ അവനെ ഒരുക്കി നിർത്തിയേക്കായിരുന്നു. കുറേ നേരം നിന്ന് കുഴഞ്ഞു കഴിഞ്ഞ് അവസാനം കളിപ്പാട്ടൊക്കെ എടുത്ത് കളിച്ചു തുടങ്ങി. അവന് മുണ്ടൊക്കെ അഴിഞ്ഞു തുടങ്ങി. ലാസ്റ്റ് അവൻ ചെണ്ടയും വടിയൊക്കെ എടുത്ത് അപ്പുറത്തെ വീട്ടിൽ ചെന്ന് ചെണ്ട കൊട്ടുകയാണ്. കാത്തിന്ന് ഇതേ പറ വന്നിട്ടുണ്ട്. പറ വരാറായപ്പം അവൻ്റെ തൊഴുത് പ്രാർത്ഥിച്ചൊക്കെ നിൽക്കുകയാണ്. നമ്മൾ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല, പക്ഷെ അവൻ നിൽക്കുന്ന കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അങ്ങനെ എൻ്റെ കുഞ്ഞ് നല്ല കുട്ടിയായിട്ട് ഇന്ന് പറയൊക്കെ ഇട്ടു. എല്ലാ വീഡിയോയും കിട്ടി, പക്ഷേ എൻ്റെ കുഞ്ഞ് പറയിടുന്ന വീഡിയോ മാത്രം കിട്ടിയില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞ് അവൻ നൈസായിട്ട് അപ്പുറത്തോട്ട് പോവുകയാണ്. അങ്ങനെ ഏട്ടൻ അവിടെ നിന്ന് അവനെ പിടിച്ചുകൊണ്ട് വരിക. കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ അവന് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും.
അങ്ങനെ അവിടെ നിന്ന് നിന്ന് പിണങ്ങിയൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ പ്രസാദമൊക്കെ തൊട്ട് കൊടുത്ത് പിന്നെ അവൻ നോക്കിയപ്പോൾ അവൻ ആ ഗണപതി ഒരിക്കൽ വെച്ചപ്പോഴേ ആ പഴം എടുക്കണമെന്ന് അവനൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നിന്ന് അപ്പോൾ അതൊക്കെ ഗണപതി ഒരിക്കൽ പഴമൊക്കെ എടുത്ത് കഴിക്കാൻ പോവുകയാണ്. ഇതിന് മുന്നത്തെ ഒരു തവണയും നമ്മൾ കോയിപ്പള്ളിയിൽ പറ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവ തന്നെയാണെന്ന് പറ ഇട്ടത്. പക്ഷേ അവനന്ന് അധികം പ്രായമൊന്നും ആയിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു. ചില സാമൂഹ്യ സാമ്പത്തിക ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം വ്ലോഗ് വീഡിയോ ഇടാനും പറ്റിയില്ല. പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു കേട്ടോ ഈ പറയിടാനൊക്കെ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് പറയിടുമായിരുന്നു. അങ്ങനെ നമ്മുടെ അവിടുത്തെ ഉത്സവം അറിയിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെല്ലാം വന്ന് പറയെല്ലാം ഇട്ടു. ഇവയുടെ വ്രതം മുറുക്കിയാണെന്ന് തോന്നുന്നു. എൻ്റെ കുഞ്ഞ് അവസരത്തിന് ഒത്തു നിന്നോളും കേട്ടോ. പറയിടുന്ന സമയത്ത് അതനുസരിച്ച് നിന്നു. എന്താ കല്ലു ചേച്ചി പിന്നെ ഭയങ്കര കെയറിങ് ആണ്. കല്ലു ചേച്ചി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ അവനെ നോക്കണ്ട, അതുപോലെ അവനെ കെയർ ചെയ്യും. ഒരു ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും അവനെ ഇന്ന് ചെയ്തു കൊടുത്തോളുവാണ്. എനിക്ക് പഴം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവന് ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം അവ ആസ്വദിച്ച് കഴിച്ചോളൂ. അങ്ങനെ ഈ 2026 നമ്മുടെ കോയിപ്പള്ളി അമ്മയുടെ സാന്നിധ്യം എല്ലാവരും അറിയിച്ചുകൊണ്ട് പറയിടയിലും കഴിഞ്ഞു. ശുഭം.